അതെ, സമയം രാവിലെ 3 മണിയായിട്ടുണ്ട്. അടുക്കളയിൽ നമുക്കൊരു പായസം പ്രിപ്പയർ ചെയ്യാം. സദ്യക്ക് വിളമ്പുന്ന ചെറിയൊരു പായസം. അപ്പോൾ കാണാം. നമ്മൾ 2000 ആൾക്കായിട്ടാണ് ഇന്നിവിടെ പായസം പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. 3 പായസം വിളമ്പുന്നുണ്ട്. ഒന്ന് പഴപ്രഥമനാണ്, ഒന്ന് പരിപ്പ് പ്രഥമനാണ്, മൂന്നാമതായിട്ട് വിളമ്പുന്നത് പാലടയാണ്. ഇതിൽ പരിപ്പ് പായസം വെക്കാനായിട്ട് നമ്മൾ 35 കിലോ പരിപ്പാണ് എടുത്തിരിക്കുന്നത്. പരിപ്പ് നന്നായിട്ട് വറുത്തെടുത്തിട്ട് കഴുകിയെടുത്ത പരിപ്പാണിത്. നമ്മൾ വാർപ്പിനകത്തേക്ക് വെള്ളം വെച്ചു. വെള്ളം തിളച്ച് വന്നപ്പോൾ പരിപ്പ് ഇട്ട് നന്നായിട്ട് വേവിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പരിപ്പിൻ്റെയും ഗോതമ്പിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ വെന്ത് വരുന്നതോറും അതിനകത്തുള്ള വെള്ളം വറ്റിക്കൊണ്ടിരിക്കും. പൂർണ്ണമായിട്ടുള്ള വേവ് ആവുന്ന വരെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കണം, പരിപ്പാണെങ്കിലും ഗോതമ്പാണെങ്കിലും. അങ്ങനെ ഈ പരിപ്പ് പൂർണ്ണമായിട്ടും വെന്ത് വന്നിട്ടുണ്ട്. അതിനകത്തുള്ള ജലാംശം മുഴുവൻ വറ്റിയിട്ട് പരിപ്പ് ഇങ്ങനെ കോമളകളായിട്ട് പുറത്തേക്ക് പൊട്ടി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ സമയത്ത് നമ്മൾ അതിനകത്തേക്ക് ശർക്കര ചേർക്കും. ഉരുക്കി വെച്ച ശർക്കരയാണ്. നമ്മൾ 35 കിലോ പരിപ്പിന് ഇവിടെ ചേർക്കുന്നത് 70 കിലോ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കരയാണ്. ഉരുക്കിയെടുത്ത ശർക്കര എന്ന് പറയുമ്പോൾ 70 കിലോ ശർക്കര സ്വല്പം വെള്ളം ചേർത്ത് ഉരുക്കിയെടുത്ത ശേഷം നന്നായിട്ട് അരിച്ചെടുത്തിട്ട് മാറ്റി വെച്ച ആ ഒരു ശർക്കരയാണ് ഈ ഒരു പരിപ്പിനകത്തേക്ക് നമ്മൾ ചേർക്കുന്നത്. ഇനിയുള്ള പ്രധാനപ്പെട്ട ജോലി എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പരിപ്പ് വരട്ടിയെടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ശർക്കര ചേർത്തിട്ടുണ്ട്. അടി കട്ടിയായിട്ടുള്ള വാർപ്പാണെങ്കിൽ കൂടി ചിലപ്പോൾ നന്നായിട്ട് ഇളക്കിയില്ലെങ്കിൽ അടിയിൽ പിടിക്കാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം ഈ ഒരു പരിപ്പ് വരട്ടിയെടുക്കാനായിട്ട്. ഈ പരിപ്പ് വരട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി മാറുന്നത് നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. കാരണം ഈ ഒരു വെള്ളം വറ്റി വരുന്നതോറും നമുക്ക് ചട്ടവും തള്ളാനായിട്ട് പ്രയാസം നമുക്ക് കയ്യിൽ ഫീൽ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഈ ഒരു പരിപ്പ് നന്നായിട്ട് വരട്ടിയെടുത്ത ശേഷം അതിലേക്ക് നെയ്യ് ഒഴിച്ചിട്ടാണ് നമ്മൾ അടുപ്പ് സാധാരണ കെടുത്താറുള്ളത്. നമ്മൾ പരിപ്പ് വേവിക്കാൻ തുടങ്ങിയത് രാവിലെ 3:30 മണിക്കാണെങ്കിൽ ഇപ്പോൾ സമയം പരിപ്പ് വരട്ടിയെടുത്തപ്പോഴത്തേക്കും രാവിലെ 7 മണി ആയിട്ടുണ്ട്. അടുപ്പ് കെടുത്തിയിട്ടും ആ ഒരു തിളം നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അങ്ങനെ വീണ്ടും നമ്മൾ അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. വീണ്ടും അത് തിളച്ച് വരുന്നത് കാണാനായിട്ട് പറ്റും. ഇനി നമ്മൾ തേങ്ങാപ്പാൽ ചേർത്തിട്ട് നമ്മൾ പരിപ്പ് പായസം ഫിനിഷ് ചെയ്യാനായിട്ട് പോകണം. ആദ്യം നമ്മൾ ചേർക്കുന്നത് 2-ാം പാലാണ്. നമ്മൾ 50 ലിറ്റർ പാലാണ് ഈ ഒരു പായസത്തിനകത്തേക്ക് ചേർക്കുന്നത് കേട്ടോ. ഈ 50 ലിറ്റർ പാലെന്ന് പറയുന്നത് 2-ാം പാലാണ്. അതായത് തലപ്പാൽ 1-ാം പാൽ പിഴിഞ്ഞ ശേഷം മിച്ചം വരുന്ന പീരയ്ക്കകത്തേക്ക് വീണ്ടും വെള്ളം ചേർത്തിട്ട് വീണ്ടും പിഴിഞ്ഞെടുക്കുന്ന പാലാണ് ഈ ഒരു 2-ാം പാലെന്ന് പറയുന്നത്. നമ്മൾ ആദ്യം പായസത്തിലേക്ക് ചേർക്കുന്നത് എപ്പോഴും 2-ാം പാലായിരിക്കും. അങ്ങനെ ഈ ഒരു തേങ്ങാപ്പാൽ ചേർത്ത് നന്നായിട്ട് ഇളക്കി എടുത്തുകൊണ്ടിരിക്കുക. നന്നായിട്ട് പായസം തിളപ്പിച്ചുകൊണ്ടിരിക്കുക. തിളച്ച് വരുന്നതോറും അതിനകത്തുള്ള പാലിൻ്റെ ജലാംശം വറ്റി വരുന്നത് കാണാൻ പറ്റും. അപ്പോൾ വീണ്ടും നമ്മൾ പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ കാണുന്നത് നമ്മൾ 2-ാം പാലിനകത്തേക്ക് കുറച്ച് ചുക്കുപൊടിയും ജീരകപ്പൊടിയും ചേർത്തിട്ട് ആ പൊടി കൂടി ഈ ഒരു പായസത്തിനകത്തേക്ക് ചേർക്കുന്നതാണ്. ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി നമ്മൾ ഇങ്ങനെയാണ് ചേർക്കുക. ചുക്കോടിയും ജീരകപ്പൊടിയും ചേർക്കുന്നത് തേങ്ങാപ്പാലിൽ മിക്സ് ചെയ്തിട്ടാണെങ്കിൽ ഏലക്കാപ്പൊടി ചേർക്കുന്നത് പ്ലെയിൻ ആയിട്ട് വിതറിയിട്ടാണ്. ഇവിടെ നാളികേരം ചെറുതായിട്ട് കൊച്ചു നുറുക്കി അരിഞ്ഞിട്ട് നെയ്യിൽ വറുത്തിട്ട് ആ ഒരു വറവ് നമ്മൾ ഈ ഒരു പായസത്തിനകത്ത് ചേർക്കാൻ പോവാണ്. അത് മാത്രമല്ല നമ്മൾ നട്ട്സും ഇതുപോലെ നമ്മൾ നെയ്യിൽ വറുത്തിട്ട് ആ ഒരു നട്ട്സും നമ്മൾ ഈ ഒരു പായസത്തിനകത്തേക്ക് ചേർക്കുന്നുണ്ട്. ഇത് നമുക്ക് ഏലക്കാപ്പൊടി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാം. നമ്മൾ ചുക്കോടിയും ജീരകപ്പൊടിയും നമ്മൾ എടുത്തേക്കുന്നത് 50 ഗ്രാം വെച്ചിട്ടാണെങ്കിൽ നമ്മൾ ഏലക്കാപ്പൊടി എടുക്കുന്നത് 100 ഗ്രാമാണ് ഈ ഒരു പായസം ചേർക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. ഈ നന്നായിട്ട് ഇളക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ജോലി. അങ്ങനെ 45 ലിറ്റർ 2-ാം പാൽ നമ്മൾ ഈ ഒരു പായസത്തിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. നമ്മൾ അതിനകത്തേക്ക് ഒരു അല്പം പശുവും പാൽ കൂടി ചേർക്കുന്നുണ്ട്. ഏതാണ്ട് 15 ലിറ്ററോളം പശുവും പാൽ കൂടി നമ്മൾ ഈ ഒരു പായസത്തിനകത്തേക്ക് ചേർക്കുന്നുണ്ട്. പശുവും പാൽ ചേർക്കുന്നതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ നമ്മൾ ചേർക്കുന്ന ശർക്കരയ്ക്കകത്ത് ചിലപ്പോൾ ഈ കനപ്പ് സ്വാദൊക്കെ വരുന്നുണ്ടെങ്കിൽ പശുവും പാൽ ചേർക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് നല്ല രുചിയിലേക്ക് ഈ പായസത്തിനെ നമുക്ക് എത്തിക്കാനായിട്ട് പറ്റും. അങ്ങനെ നമ്മുടെ പായസത്തിൻ്റെ ജലാംശം പൂർണ്ണമായിട്ടും വറ്റിയിട്ട് പരിപ്പ് പായസത്തിൻ്റെ അടുപ്പ് കെടുത്താൻ പാകത്തിനായിട്ടുണ്ട്. നൂൽ പരുവത്തിൽ പായസം താഴത്തേക്ക് വീഴുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടാവും. അതിൽ ജലാംശം പൂർണ്ണമായിട്ടും വറ്റിയിട്ടുണ്ട്. ഇനി അടുപ്പ് കെടുത്തിയിട്ട് 1-ാം പാൽ ചേർത്താൽ മാത്രം മതി. സദ്യയ്ക്ക് വിളമ്പാൻ പാകത്തിനുള്ള പരിപ്പ് പായസം റെഡി ആയിട്ടുണ്ട്. ബൾക്കായിട്ട് പായസം പ്രിപ്പയർ ചെയ്യുന്ന രീതി നിങ്ങളെ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ രീതിയിൽ ചിലപ്പോൾ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായേക്കാം. അപ്പോൾ കൂടെ കൂടുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണാം പുതിയ ചില കാഴ്ചകളായിട്ട്. അതുവരെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നമസ്കാരം.